2026 ഓഗസ്റ്റ് 12 ബുധനാഴ്ച. ഇന്ന് ഓഗസ്റ്റിലെ ആ ദിവസമാണ്. പുറത്തെ കാറ്റ് സാധാരണയായി തോന്നാമെങ്കിലും ഉള്ളിൽ പ്രപഞ്ചം വളരെ ഉറക്കെ എന്തോ പറയുന്നുണ്ട്. ചില ആളുകൾ ഇതിനെ വെറുമൊരു തീയതിയായി കാണും. എന്നാൽ ഹൃദയം കൊണ്ട് കേൾക്കാനറിയാവുന്നവർക്ക് ഇന്നത്തെ സൂചന വളരെ വലുതാണ്. ശ്രാവണ ശുക്ല ദ്വാദശിയുടെ ഈ ദിവസം വെറുമൊരു പൂജയുടെ ദിവസം മാത്രമല്ല, പഴയ ദുഃഖങ്ങളെ അലിയിച്ചു കളയാനും തടസ്സപ്പെട്ട വഴികൾ തുറക്കാനും ജീവിതത്തിൽ ഒളിച്ചിരിക്കുന്ന കൃപയെ ഉണർത്താനുമുള്ള ദിവസമാണ്. ഏറ്റവും വലിയ കാര്യം, ഓഗസ്റ്റിന്റെ ഈ വഴിത്തിരിവിൽ ശ്രീഹരി വിഷ്ണുവിന്റെ ശാന്തിയും കരുണയും ക്ഷമയും നിറഞ്ഞ ഊർജ്ജത്തിന് നേരിട്ട് നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കാൻ കഴിയും എന്നതാണ്. എന്നാൽ ചോദ്യമിതാണ്, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ആ സൂചനയെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുമോ? 2026 ഓഗസ്റ്റ് 12 ബുധനാഴ്ച. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന വിചിത്രമായ സംഭവങ്ങൾ വെറുമൊരു യാദൃച്ഛികതയല്ല എന്നറിയുമ്പോൾ നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയേക്കാം. നിങ്ങളുടെ പക്കൽ സമയം വളരെ കുറവാണ്. ഇന്ന് ഈ രഹസ്യ സന്ദേശത്തെ നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിങ്ങളെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പൂർണ്ണമായി തളർത്തിയ ആ അദൃശ്യ ചക്രവ്യൂഹത്തിൽ നിങ്ങൾ എന്നേക്കുമായി കുടുങ്ങിക്കിടന്നേക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഏകാന്തതയിലിരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ, ഉള്ളിൽ നിന്ന് പൂർണ്ണമായി തകർന്നു പോയപ്പോൾ ഇനി ഒരു വഴിയുമില്ലെന്ന് തോന്നിയ ആ നിമിഷത്തിൽ തന്നെ ഈ സന്ദേശം നിങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന്? വളരെ രഹസ്യാത്മകവും അചിന്തനീയവുമായ ചില ശക്തികൾ നിങ്ങളുടെ ജീവിതത്തിന്റെ താളുകൾ അതിവേഗം മറിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നല്ല കാര്യങ്ങൾ പെട്ടെന്ന് തടസ്സപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നോ പഴയ ബന്ധങ്ങൾ വേർപിരിയുന്നത് എന്തുകൊണ്ടാണെന്നോ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നില്ല. എന്നാൽ വാസ്തവത്തിൽ പ്രപഞ്ചത്തിന്റെ പുതിയതും വിശാലവുമായ ഒരു വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നതിനു വേണ്ടിയാണ് പഴയതും തുരുമ്പെടുത്തതുമായ ആ വാതിലുകൾ എന്നേക്കുമായി അടയ്ക്കപ്പെടുന്നത്. ഇപ്പോൾ ദീർഘമായൊരു ശ്വാസമെടുക്കൂ. കുറച്ചു നിമിഷത്തേക്ക് കണ്ണുകൾ അടച്ച് ശാന്തനാകൂ. കാരണം നിങ്ങളുടെ രാത്രികളിലെ ഉറക്കം കെടുത്തിയ എല്ലാ സങ്കീർണതകളുടെയും അന്ത്യം വരാൻ പോകുകയാണ്. ഇന്ന് ശ്രാവണ ശുക്ല ദ്വാദശിയുടെ വളരെ അപൂർവവും മഹാശക്തവുമായ യോഗമാണ്. സാക്ഷാൽ ശ്രീഹരി വിഷ്ണു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പഴയതും ആഴത്തിലുള്ളതുമായ കഷ്ടപ്പാടുകൾ സ്വന്തം കൈകൾ കൊണ്ട് തുടച്ചു നീക്കാൻ ഭൂമിയിലേക്ക് നോക്കുകയാണ്. നിങ്ങളൊഴുക്കിയ ഓരോ തുള്ളി കണ്ണീരിന്റെയും പൂർണ്ണ കണക്ക് പ്രപഞ്ചം സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ യഥാർത്ഥത്തിൽ അർഹിക്കുന്നതെല്ലാം പലിശ സഹിതം നിങ്ങൾക്ക് തിരികെ ലഭിക്കാൻ പോകുകയാണ്. ഈ ദിവ്യ സംഭാഷണം പകുതിയിലുപേക്ഷിക്കുന്ന തെറ്റ് ചെയ്യരുത്. കാരണം ഈ പ്രപഞ്ചയാത്രയുടെ അവസാനം നിങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്ന ഭാഗ്യത്തിന്റെ താക്കോലായി മാറുന്ന ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ നിമിഷത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ഊർജ്ജം പ്രവഹിക്കുന്നത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പൂർണ്ണ വിശ്വാസത്തോടും സമർപ്പണത്തോടും കൂടി കമന്റിൽ ജയ് ശ്രീഹരി എന്നെഴുതുക. ചിലപ്പോൾ പ്രപഞ്ചം ഉറക്കെ ശബ്ദമുണ്ടാക്കിയല്ല, ചെറിയ സൂചനകളിലൂടെയാണ് അത്ഭുതങ്ങൾ തുടങ്ങുന്നത്. ഒരിക്കൽ ഒരു വ്യക്തി തന്റെ ഭാഗ്യത്തിൽ എന്തുകൊണ്ടാണ് വൈകുന്നത് എന്ന് ചിന്തിച്ചിരുന്നു. ഇതെല്ലാം വിധിയുടെ കളിയാണെന്ന് അയൽക്കാർ പറഞ്ഞു. എന്നാൽ ആ വ്യക്തി ദിവസവും ഒരു ചെറിയ വിളക്ക് കൊളുത്തി ഹൃദയം കൊണ്ട് ശ്രീഹരി വിഷ്ണുവിനെ സ്മരിക്കുകയും ഞാൻ ഫലമല്ല എന്റെ കടമയാണ് നോക്കുക എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. സമയം കടന്നുപോയി. ക്ഷമ കൈവിടാതിരുന്ന ആ മനുഷ്യൻ ഒരു ദിവസം ഗ്രാമത്തിൽ ഏറ്റവും സുരക്ഷിതനും ബഹുമാന്യനുമായ വ്യക്തിയായി മാറി. കാരണം പ്രതിസന്ധിഘട്ടത്തിൽ അവന്റെ തയ്യാറെടുപ്പാണ് സഹായിച്ചത്. ആ കഥയുടെ ഗുണപാഠം വളരെ വ്യക്തമാണ്. നിങ്ങൾ ചോദിക്കുന്നത് മാത്രമല്ല വിധിയെഴുതുന്നത്. നിങ്ങൾ നിരന്തരം എന്തായി മാറുന്നുവോ അതും വിധിയെഴുതുന്നു. ആദ്യം ഒരു സ്ഥിരത വരും, പിന്നീട് ചിന്തയിൽ വ്യക്തത വരും, അതിനുശേഷമാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടുതുടങ്ങുന്നത്. നിങ്ങളുടെ ഉള്ളിലും ഈ മാറ്റം ഇപ്പോൾ ആരംഭിച്ചിട്ടില്ലേ? ഇന്ന് പലരുടെയും ജീവിതത്തിൽ ഒരു പ്രത്യേക കാര്യം സംഭവിക്കുന്നുണ്ട്. പുറത്തുനിന്ന് എല്ലാം സാധാരണമായി തോന്നുമെങ്കിലും ഉള്ളിലൊരു പുതിയ അധ്യായം എഴുതപ്പെടുകയാണ്. ഓഗസ്റ്റിലെ ഈ സമയം ശ്രമത്തിന്റേതു മാത്രമല്ല, ശരിയായ ദിശയിൽ വയ്ക്കുന്ന ചെറിയ ചുവടുകളുടേതു കൂടിയാണ്. ഒരു ശരിയായ തീരുമാനം, വ്യക്തമായ ലക്ഷ്യം, സത്യസന്ധമായ പ്രാർത്ഥന, നിസ്വാർത്ഥമായ പ്രവൃത്തി എന്നിവ ചിലപ്പോൾ മുഴുവൻ ദിശയും മാറ്റിമറിക്കും. ഇതാണ് പ്രപഞ്ചത്തിന്റെ രഹസ്യം. വലിയ ബഹളത്തോടെയല്ല, ചെറിയ സൂചനകളിലൂടെയാണ് അത് അത്ഭുതങ്ങൾ ആരംഭിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പഴയ എല്ലാ ഉത്കണ്ഠകളും എന്നേക്കുമായി ഇല്ലാതാക്കുന്ന ഒരു അത്ഭുതകരമായ ഐശ്വര്യം വരാൻ പോകുകയാണ്. സാമ്പത്തിക സമൃദ്ധിയുടെയും ധനമഴയുടെയും പ്രതീകമായ 818 എന്ന അത്ഭുത സൂചകം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ കോണിലും സജീവമായി കഴിഞ്ഞു. ഇത് ലോട്ടറിയോ ഒറ്റ രാത്രി കൊണ്ട് പണക്കാരനാകുന്ന വ്യാജസ്വപ്നമോ അല്ല, മറിച്ച് ദൈവം തന്റെ ഡയറിയിൽ വളരെ സൂക്ഷിച്ചെഴുതിവെച്ച നിങ്ങളുടെ സത്യസന്ധവും ശാന്തവുമായ അധ്വാനത്തിന്റെ ഫലമാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, ബിസിനസ്, ജോലി എന്നിവിടങ്ങളിലെല്ലാം വിജയത്തിന്റെ തികച്ചും പുതിയൊരധ്യായം ആരംഭിക്കാൻ പോകുന്നു.
ഈ അപാരമായ ധനവും സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായി ആകർഷിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പോൾ ഒരു സംശയവുമില്ലാതെ കമന്റിൽ നന്ദി പ്രപഞ്ചമേ എന്നെഴുതി നിങ്ങളുടെ കൃതജ്ഞത രേഖപ്പെടുത്തുക. കാരണം പ്രപഞ്ചം എപ്പോഴും മുൻപ് ലഭിച്ച കാര്യങ്ങൾക്ക് നന്ദിയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ നൽകുന്നത്. കഴിഞ്ഞ കുറച്ചുകാലമായി നിങ്ങളുടെ വീട്ടിൽ വളരെ ഭാരമേറിയതും നിഷേധാത്മകവുമായ ഊർജ്ജമുണ്ടായിരുന്നു. അനാവശ്യ തർക്കങ്ങളും വഴക്കുകളും നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ വളരെ പവിത്രവും പോസിറ്റീവുമായ ഊർജ്ജം പ്രവഹിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കിടയിൽ പെട്ടെന്ന് പുതിയൊരു പരസ്പര ധാരണയും സ്നേഹവും വളരുന്നത് നിങ്ങൾക്ക് കാണാം. വേർപിരിയലിന്റെ വക്കിലെത്തിയതും കൈപ്പേറിയതുമായ ബന്ധങ്ങൾ ഇപ്പോൾ വളരെ സ്വാഭാവികമായി മധുരമുള്ളതും ശക്തവുമാകും. കുടുംബത്തിൽ നിങ്ങളുടെ മനസ്സിന് അത്ഭുതകരമായ ആശ്വാസം നൽകുന്ന ആഴത്തിലുള്ള ശാന്തി വരും. നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷത്തെ ഉള്ളിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന 717 എന്ന ദിവ്യസൂചന കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പ്രപഞ്ചം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ നിഷേധാത്മക ശക്തികളെയെല്ലാം അകറ്റുകയാണ്. പഴയതും മോശവുമായ ഊർജ്ജങ്ങളെല്ലാം മാറി പുതിയൊരു പ്രകാശപൂർണമായ ഭാവി നിങ്ങൾക്ക് മുന്നിൽ തുറക്കുകയാണ്. കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോവുക. നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസവും ദൈവീക കൃപയും നിങ്ങളെ എപ്പോഴും ശരിയായ പാതയിൽ നയിക്കും. പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഈ അനുഗ്രഹങ്ങളെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുക. ഭാവിയിൽ വരാനിരിക്കുന്ന എല്ലാ നന്മകൾക്കുമായി ഇപ്പോൾ തന്നെ നന്ദിയുള്ളവരായിരിക്കുക. ഈ പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പൂർണ്ണ ഐശ്വര്യവും കൊണ്ടുവരട്ടെ.